ഹായ് ഹലോ, ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. 10/11/2025 ബർത്ത്ഡേ. അപ്പോൾ ഏട്ടനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ ടൗണ് ഫുള്ളൊന്ന് ചുറ്റി നടന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. ആദ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് കുറച്ച് ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ മാർക്കറ്റിലേക്ക് പോകാനാണ് ഞാൻ. അപ്പോൾ അവിടെ നേരെ വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. രാവിലെ തന്നെ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടാക്കി. പിന്നെ ഞാൻ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ലഡ്ഡു, ജിലേബി, പേട മേടിച്ചു. പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ഉള്ളിത്തണ്ട്, ബീൻസ്, ക്യാരറ്റൊക്കെയാണ് കണ്ടത്. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അത് സെറ്റാക്കി വെച്ചു. പിന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. വലിയ ഡെക്കറേഷൻ എന്ന് പറയാനൊന്നുമില്ല, 5-6 ബെല്ലൊക്കെ മേടിച്ച് തൂക്കി പിള്ളേർക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അമ്മച്ചിനെ കൊണ്ട് കേക്ക് മേടിപ്പിച്ചു. അമ്മച്ചി ഏട്ടനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയോളുടെ കയ്യിൽ അമ്മച്ചിയുടെ കയ്യിലുള്ള ഗിഫ്റ്റുകളൊക്കെ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഏട്ടനെ കൊടുത്തു. പേടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാ കൊല്ലവും ഞാനും ഏട്ടനും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാറ്. കാരണം എൻ്റെ രണ്ട് ബർത്ത്ഡേക്ക് 4 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഏട്ടന് സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതെല്ലാം ചെയ്തത്. കാരണം പിന്നെ ഏട്ടൻ വർക്കിന് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ ലീവ് എടുത്ത് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ് പതിവ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാനാണ് എടുത്തുകൊണ്ടിരിക്കണത്. ഏട്ടന് ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു ഇത് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതുണ്ട് ആളുടെ മുഖത്ത്. പക്ഷേ ഒരു സന്തോഷം, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഏട്ടനും സന്തോഷമായെന്ന് പറഞ്ഞു. എന്നിട്ട് കേക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി തിരക്കെടുത്തോണ്ടിരിക്കുകയാണ്. കേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കിനി ടൈം ഉണ്ടായില്ല. ഞാൻ അന്ന് പുറത്ത് തന്നെ പോയിട്ടല്ലേ പർച്ചേസിങ് കാര്യങ്ങളൊന്നും ചെയ്ത്. അത് കാരണം എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാൽ പിന്നെ തൊട്ട് എൻ്റെ കേക്കുകളാണ് ഇവർ കഴിക്കാറ്. ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കഴിക്കണ്ടായിരുന്നു. പക്ഷെ കേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്താണ് കൊടുക്കാറ്, വാവയ്ക്ക് കൊടുക്കാറ്. അങ്ങനെ അന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ച് പിന്നെ കാണുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ആ സിറ്റുവേഷൻ ഒക്കെ വീണ്ടും മെമ്മറിയിലേക്ക് വരുമ്പോൾ അത് വേറൊരു ഫീലാണ് കേട്ടോ. അത് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എടുത്തത് എടുത്ത് നോക്കിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ എടുത്ത് നോക്കാനായിട്ട് ഇതായിട്ടിരുന്നു. അപ്പം ഇതിലായിട്ടുണ്ട് എന്താ പറയുക, മൊബൈലിൻ്റെ കേസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കണത്. എൻ്റെ കേസ് ചിരിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ച് നോക്കാം. അങ്ങനെയായിട്ട് അത് ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ കൊടുക്കും. ജീൻസ്, ടീഷർട്ട് കാര്യങ്ങളൊക്കെയാണ് ഏട്ടനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വീറ്റാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയടിക്ക് 10 ജിലേബി 10 ലഡ്ഡൊക്കെ തിന്നും. എന്താ വെച്ചാൽ മട്ടപ്പേ വരില്ല. ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു കാര്യങ്ങൾ. അപ്പോൾ പേട ഭയങ്കര ഇഷ്ടമാണ്. വായിട്ട് അരിഞ്ഞു പോണ പോലത്തെ പേടയാണ് മേടിച്ചത്. അപ്പോൾ മേടിച്ച് കുറച്ച് ജിലേബിയൊക്കെ ഞാൻ നീക്കി വെച്ചു വിടാം. ഈ കഴിക്കേണ്ട ദൈവമേ എന്ന് വിചാരിച്ചിട്ട് കൺട്രോളൊക്കെ വേണമല്ലോ. അപ്പോൾ കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചത് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഓരോ ഗിഫ്റ്റായിട്ട് തുറന്ന് വെക്കേണ്ടിയിരിക്കുകയാണ്. കേക്ക് കഴിക്കൽ തീർന്നിട്ടില്ല. കേക്ക് കുറച്ച് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ സംഭവം ഇതേ. പിന്നെ വേറൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പാട്ട് ചെറുതായിട്ട് എടുത്താൽ